ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിനുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിനെ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ടൈംലെസ് ആണ്, കളക്റ്റീവ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നോ ആ സമയത്ത് മാത്രമേ ഇത് നിങ്ങൾ കാണുള്ളൂ. പിന്നെ ഇത് എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ വരുന്നുണ്ടെന്നെങ്കിൽ എന്തെങ്കിലും അതിനൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം. നിങ്ങൾ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ആദ്യം നോക്കാം. നിങ്ങളുടെ സാഹചര്യം Knight of Swords, Three of Wands, Hermit, Emperor, Justice, Devil card, Knight of Pentacle, Star, അപ്പോൾ 8 ഓഫ് സോർട്സ് ആണ് ഇതിൻ്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യമാണ്. അപ്പോൾ ശരിക്കും നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വണ്ണം നിങ്ങൾ ആ തോട്ട്സ് കൊണ്ട് സ്റ്റക്കായിരിക്കുന്നു. നിങ്ങളുടെ ചില ആൾക്കാർക്ക് ഇത് ഒരു സിറ്റുവേഷനും ആകാം, ചിലർക്ക് തോട്ട്സ് ആകാം, ചിലർക്ക് ഒരു ട്രാപ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ശരിക്കും ഒരു ജയിലിലകപ്പെട്ട പോലത്തെ ഒരവസ്ഥ ചില ആൾക്കാർക്കുണ്ട്. അത് സാഹചര്യത്തിൽ അങ്ങനെ ആയിരിക്കും, മുന്നോട്ട് പോകാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഒരു ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് മനസ്സുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കിയിരിക്കുന്നവരും ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ശരിക്കും ഒരു ജയിലിൽ ആകപ്പെട്ട പോലത്തെ, ജയിലിലായിരിക്കുന്ന ഒരവസ്ഥ, ഒരു സിറ്റുവേഷൻ ഒരു ട്രാപ്ഡ് ആണ് എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള ആൾക്കാരാണ് ഇത് കാണുന്നതെന്ന് കാണുന്നുണ്ട്. ശരിക്കും ചിലർക്ക് ഭയങ്കര ഉത്കണ്ഠയും ആൻസൈറ്റിയൊക്കെ ഉണ്ടെന്നാണ് മൂൺ കാർഡ് പറയുന്നത്. മൂൺ കാർഡും ഇവിടെ ഒരു 7 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ശരിക്കും ഡിപ്രഷനാണ് ഈ ഇത് കാണുന്ന ആൾക്കാർക്ക്, കുറേയധികം ആൾക്കാർക്ക് ഒരു ഡിപ്രഷനാണെന്ന് കാണുന്നുണ്ട്. ഇതിലൊരു ഡബിൾ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അങ്ങ് ഇല്ലാതാക്കിയാലോ എന്നുള്ള ചിന്ത വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി മുന്നോട്ടേക്ക് പോകണ്ട, നിങ്ങൾ ഇല്ലാതായാൽ ഇതെല്ലാം തീരുമല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെയാണ് എനിക്കിത് കാണുന്നത്. ശരിക്കും വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥ ആണത്. ശരിക്കും ഭയങ്കര ഡിപ്രഷനാണ് നിങ്ങൾക്ക്, അങ്ങനെ തന്നെ കാണുന്നുണ്ട്. മുന്നോട്ട് പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ ആരും ഹെൽപ്പ് ചെയ്യൂല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും ചില ആൾക്കാർ ചില ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടുപോയി എന്ന് കാണുന്നുണ്ട്. അതിന്ന് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ, ഇത് പുറത്തും പറയാൻ പറ്റാതിരിക്കുന്നു. അതാണ് ഡബിൾ കാർഡ് പറയണത്. ഒരു ചങ്ങല കിട്ട പോലത്തെ ഒരു അവസ്ഥയാണ്. നിങ്ങളെ പുറത്തേക്ക് വിടാതിരിക്കുന്നു, അങ്ങനെ തന്നെ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതാണ്
ഒരു ഏറ്റവും സോഴ്സ് പറയണത്. ഇത് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിന് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പറ്റുന്നില്ല, ഒട്ടും തന്നെ പറ്റുന്നില്ല. അതിൻ്റെ ഡിപ്രഷനാണ്. പക്ഷേ ചില ആൾക്കാർക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുന്നുണ്ട്. അവരെന്ത് ആയിരുന്നോ അവരുടെ ഒരു സ്ഥാനം എംബറായിരുന്നു, ശരിക്കും വളരെ ആക്റ്റീവായിരുന്ന ആൾക്കാർ, ഒരു നല്ല പൊസിഷനിൽ ജീവിച്ചിരുന്ന ആൾക്കാർ, എന്തോ ഒരു പ്രശ്നം വന്നു, അവരുടെ ആ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. ചിലർക്ക് അത് ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം, ചിലർക്ക് ചിലരുടെ മനസ്സിലുള്ളൊരു സ്ഥാനം നഷ്ടപ്പെട്ടതായിരിക്കാം. അപ്പോൾ ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റിസിന് വേണ്ടിയിട്ട് അവർ നിൽക്കുന്നു എന്നുള്ളതാണ്. നീതിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അവർക്ക് തീരുമാനം ഒന്നും എടുക്കാൻ പറ്റണില്ല. അവർ ശരിക്കും ചിലർക്കെങ്കിലും ഇത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ആക്റ്റീവ് ആകണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ സ്റ്റക്കായി പോകുന്നു എന്നുള്ളതാണ്. പ്രതീക്ഷകളുണ്ട് പലർക്കും. അവരുടെ കുറച്ച് ആൾക്കാർക്ക് ഈ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടാണ് അവർ ഈ ഒരു സ്റ്റക്കായി ഒരു ട്രാപ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലിരിക്കുന്നത്. അവർക്ക് അത് മുന്നോട്ട് പോകണമെന്നേ പറ്റണില്ല. ഈ ഡിപ്രഷനുള്ള ആൾക്കാർക്ക് അവർക്ക് ഒരു ആത്മഹത്യ ചെയ്താൽ മതി, എനിക്കിനി എൻ്റെ ജീവിതം മുന്നോട്ടേ കൊണ്ടുപോകണ്ട എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യം. പിന്നെ ദൈവാധീനമുള്ള കുറേയധികം ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പോൾ അവർക്ക് ശരിക്കും ഇതിനി ഒന്നും വേണ്ട, ഇനി ഈ ലൗകിക സുഖങ്ങളൊന്നും വേണ്ട, എനിക്കൊന്ന് എൻ്റെ ആ ഒരു സ്പിരിച്വൽ പാത്തിൽ എത്തിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ ഒരു നെഗറ്റീവ്, ശരിക്കും നിങ്ങൾക്ക് നെഗറ്റീവ് തന്നെ ഉണ്ടായിപ്പോയ കുറച്ച് ആൾക്കാരുണ്ട്. ഡബിൾ കാർഡും മൂൺ കാർഡും ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു പുറത്തുള്ള ഒരു നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് വന്നതായിരിക്കും. അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മറ്റ് മനുഷ്യരെന്തെങ്കിലും ചെയ്തൊരു നെഗറ്റിവിറ്റി ആയിരിക്കാം. അത് നിങ്ങൾ മനസ്സുകൊണ്ട് ഒട്ടും തന്നെ ഇപ്പം സ്റ്റേബിൾ അല്ല, ഭയങ്കര നെർവസാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെഗറ്റിവിറ്റി എല്ലാം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലേക്ക് ഫുള്ളി നെഗറ്റീവ് ഏറ്റിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ബ്ലാക്ക് മാജിക് ആയാലും പുറത്തു നിന്നുള്ള അല്ലാത്ത നെഗറ്റിവിറ്റി ആയാലും നമ്മൾ സ്വീകരിക്കുന്നത് പോലെയാണ് അതിരിക്കുന്നത്. നമുക്ക് ഇത് അവരെ എന്തെങ്കിലും ചെയ്തു, എനിക്കത് സംഭവിച്ചു എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലേക്ക് വരും. നമ്മൾക്കിതൊന്നും വിശ്വാസമല്ല, ഒന്നും നടക്കാൻ പോണില്ല, ഇത് ആരെന്ത് ചെയ്താലും എനിക്ക് അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും സംഭവിക്കൂല എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു നെഗറ്റിവിറ്റിയും വരില്ല. അതിന് എത്ര ഇതുണ്ടെങ്കിലും അതെന്തെങ്കിലും ഒരു ചെറിയ ഒരു തട്ടോ മുട്ടോ വന്ന് അതങ്ങ് പോകും. അത് സ്റ്റേബിളായിട്ട് നിങ്ങളിൽ നിൽക്കില്ല. പക്ഷേ ഇതിൽ കുറേയധികം ആൾക്കാർക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട് എന്ന് വിചാരിച്ച് അവരെ നെഗറ്റീവിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഒരു ഡിപ്രഷൻ ഭയങ്കരമായിട്ടുണ്ട്. ഇതിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ചിലർ വിചാരിക്കുന്നുണ്ട് ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് ഒരിക്കലും എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചിലർ തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. 3 ഫാൻസ് ആണ്. ഇതും വന്നിട്ടുണ്ട്. ഡബിൾ കാർഡും അതൊരു തേർഡ് പാർട്ടി കാർഡാണ്. പിന്നെ ഒരു ചോയ്സ് 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇതിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഉണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഞാനിത് ജനറലായിട്ട് പറഞ്ഞതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ ഏതാണോ അത് മാത്രം എടുക്കുക. പിന്നെ ഒരു കാര്യം പറയുന്നു, ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാർ, നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് നെഗറ്റീവ് കമൻറ്റ് ഇടാവൂ. നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ്, ഇതിപ്പോൾ എൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഒരുപാട്, ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഇതിൽ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും പറയുന്നുണ്ട്, കുറേ ആവശ്യമില്ലാതെ കുറേ എല്ലാ വീഡിയോയുടെയും കമൻറ്റ് ബോക്സിൽ വന്ന് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ വലിയ കർമ്മയാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യം കമൻറ്റ് ബോക്സിൽ ഇടുന്നതിൽ ഒരു കുഴപ്പമില്ല, ഇങ്ങനെയാണ് അത് പറയാൻ. പക്ഷെ ആവശ്യമില്ലാത്ത നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ട് ഒരു കർമ്മയും വാങ്ങി വെക്കരുത്. കാരണം ഇത് പബ്ലിക് കാണുന്നതാണ്. അപ്പം നിങ്ങളിടുന്ന കമൻറ്റ് നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. പക്ഷേ നിങ്ങളവിടെ ഉണ്ടാക്കി വെക്കുന്ന കർമ്മ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യവും നിങ്ങളുടെ ജന്മങ്ങളായി പിന്തുടരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അത് ഈ വീഡിയോ എന്നല്ല, ഒരു വീഡിയോയ്ക്കും നിങ്ങൾ ആവശ്യമില്ലാതെ നേരം പോക്കിന് വേണ്ടിയിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ട് ഒരു കർമ്മ ഉണ്ടാക്കി വെക്കരുത്. അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. നെഗറ്റീവ് കമൻറ്റ് ഇപ്പം നമ്മൾ കാണുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് അത് വേറെ ആരും കാണാൻ പോണില്ല.
അത് മനസ്സിലാക്കാതെ ഒന്ന് ഓർമ്മിച്ചെന്നേ ഉള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഇത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കുറേ നെഗറ്റീവ് കമൻറ്റ് മനഃപൂർവ്വം ചില ഐഡിയയിൽ ഇടുന്നു എന്ന് എൻ്റെ ഫ്രണ്ട് സംസാരിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങളതൊന്ന് ഓർത്ത് മനസ്സിൽ വയ്ക്കുക. അതിനുള്ള ഇപ്പം ഇതാണ് നിങ്ങളുടെ സാഹചര്യം. ഈ സാഹചര്യത്തിനുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഹാർമണിയാണ്. അപ്പോൾ ചിലർ ഈ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുള്ള തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ തേർഡ് പാർട്ടി ഉള്ള ആൾക്കാർക്ക് അവിടെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ മാറി എന്ന് കാണുന്നുണ്ട്. അവർക്ക് ശരിക്കും പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസും വന്നിട്ടുണ്ട്, ഹാർമണിയും വന്നിട്ടുണ്ട്, മെമ്മറീസ് ഓഫ് ലവും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു യൂണിയൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കുറേ മാറാൻ ഉള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് വേണം ഇതെടുക്കാൻ. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറി ഒരു ഹാർമണിയിലേക്ക് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് ഇത് വേറെ ഒന്നും വേണ്ട, എനിക്ക് സ്പിരിച്വലി ഒരു സ്പിരിച്വൽ പ്രോഗ്രസ് മാത്രം മതിയെന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഇപ്പോൾ ഞാനിത് റീഡ് ചെയ്യുന്നു, ഇതിൽ കിട്ടുന്ന എനർജി ഞാൻ പറയുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ ദയവായി നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡുമാണ്. പിന്നെ അതിൻ്റെ ഒരു ഇത് ഫലം നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടൂട്ടാ. എന്തായാലും അത് നന്മയായിട്ട് തന്നെ വരും നിങ്ങൾക്ക്. ആ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ശരിയാണെങ്കിൽ അതങ്ങനെ ഇടാം. നിങ്ങൾക്കത് ഇതല്ലെങ്കിൽ അത് ഇടുന്നതിൽ കുഴപ്പമില്ല. അപ്പം ഇത് നേരത്തെ പറയുന്നുണ്ടല്ലോ, ജനറൽ റീഡിങ് ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക്, എൻ്റെ എനർജിയുമായി കണക്റ്റ് ആകുന്ന ആൾക്കാർക്ക് ഇത് ശരിയാവും. അത് പേഴ്സണൽ റീഡിങ് പോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ട് വരും. അപ്പോൾ പിന്നെ സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ്. അവർക്ക് ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർക്ക് ആ സ്പിരിച്വൽ പാത്തിലേക്ക് പോകാനുള്ള ഒരു വഴി മാത്രമാണ് ഈ പ്രശ്നങ്ങൾ. അപ്പം ദൈവം അവർക്ക് ഈ ഒരു ശരിക്കും സ്റ്റക്ക് സിറ്റുവേഷനും അവരായിരുന്ന ആ ഒരു അവസ്ഥ, ചിലപ്പോൾ മറ്റുള്ളവരെല്ലാവരും സ്നേഹിക്കുകയും മറ്റുള്ളവരെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒന്നുമല്ലാതാക്കി കളഞ്ഞൊരു ഇത് ഉണ്ട് ഇതിൽ. ശരിക്കും ആരും ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രയും മോശമായൊരവസ്ഥയിലേക്ക് പോയി എന്ന് കാണുന്നു. എംബറായിരുന്നു ശരിക്കും. അവരുടെ വളരെ ഹൈ സ്റ്റാറ്റസിൽ ജീവിച്ചിരുന്ന ആൾക്കാർ ഒന്നുമല്ലാതെ ജീവിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് കുറച്ച് ആൾക്കാർക്ക് ഇതിൽ. അത് അവർ ദൈവത്തിലേക്ക് കൂടുതൽ എടുക്കാനും അവർ ശരിക്കും സ്പിരിച്വൽ പാത്തിലേക്ക് വരാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദൈവം ഒരു വഴി കാണിച്ചു തന്നതായിരിക്കാം ഇത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങൾ ദൈവത്തിലേക്ക് എത്താൻ എന്തൊക്കെ വഴികൾ വേണമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ഈ ഒരു വഴിയിലൂടെ നടത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഇതുകൊണ്ടാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് കാണുന്നുണ്ട്. പിന്നെ എയ്റ്റ് ഓഫ് സോർട്സ് ആണ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ 10 ഓഫ് പെന്റക്കിൾ, ഹെർമിറ്റ് വീണ്ടും വന്നു, എംപ്രസും വന്നിട്ടുണ്ട്. അപ്പോൾ 8 ഓഫ് സോർട്സ് ആണ് ഈ ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥ. ചില ആൾക്കാർ നിങ്ങളെ ട്രാപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വീണ്ടും കൺഫേം ആക്കിയിട്ടുള്ളത്. ചില റിലേഷൻഷിപ്പിൽ പെട്ടുപോയി അതിൽ നിന്നും ബ്ലാക്ക് മെയിലിങ്ങും ഒക്കെ നടത്തി നിങ്ങൾക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആക്കിയിട്ടുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് പുറത്ത് പറയുമെന്നോ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് പോലെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം അവരിൽ കാണുന്നതുകൊണ്ട് നിങ്ങളത് ബ്ലാക്ക് മെയിൽ ചെയ്ത് അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അത് കൺഫേം ആക്കിയിട്ട് വീണ്ടും കാണുന്നുണ്ട് 8 ഓഫ് സോർട്സ്. അപ്പോൾ അതിന്നും നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു അവസ്ഥ, നിങ്ങൾക്ക് ശരിക്കും ഗുഡ് ന്യൂസ് വരുന്നുണ്ട്. ഏസ് ഓഫ് സോർട്സ് ആണ്. നിങ്ങൾക്ക് അത് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറാനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ദൈവം നിങ്ങളെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അങ്ങനത്തെ പേരുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് ഒരു വഴി കാണിക്കുന്നു ഈ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഹെർമിറ്റ് വീണ്ടും വന്നിട്ടുണ്ട്.
അപ്പോൾ ചിലർ സ്പിരിച്വൽ പാത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സ്പിരിച്വൽ പാത്തിലേക്ക് പോകാനുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വഴിയാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ദൈവികതയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് നിങ്ങൾ അതിലിപ്പം ഒരു സംതൃപ്തി വരും എന്നാണ് കാണുന്നത്. പിന്നെ ഈ തേർഡ് പാർട്ടി ഉള്ളവർ ഇതൊരു 10 of Pentacles ഒരു റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഒഴിഞ്ഞു പോകാൻ ഉള്ള സമയമായിട്ടുണ്ടായിരിക്കാം കുറേ പേർക്ക്. പിന്നെ എല്ലാവർക്കും അല്ല കേട്ടോ. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലർക്ക് ഒരു കാർമികമായിട്ടുള്ളൊരു ഇതായിരിക്കാം. അപ്പോൾ അവരുടെ ലൈഫിൽ അവരത് വന്ന് കുറച്ച് പഠിച്ചാലേ അവർക്കത് മാറിപ്പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വരുന്നതായിരിക്കാം. എന്തായാലും ഈ റീഡിങ്ങിൽ കുറച്ചധികം ആൾക്കാർക്ക് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാനുള്ള സമയമായി എന്നുള്ളതാണ്. എംപ്രസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ എംബററും വന്നിട്ടുണ്ട്, എംപ്രസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ എന്താണോ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്തത് ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ വീണ്ടും തിരിച്ച് ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന എംപ്രസ് വന്നിട്ടുള്ളൂ. മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഉടൻ തന്നെ എത്തുന്നു എന്നുള്ളതാണ്. ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം, ചിലർ വേറെ ഏതെങ്കിലും അനാവശ്യമായിട്ടൊരു കേസിൽ പെട്ടുപോയ ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലം കൂടെ നിന്ന എല്ലാ ആൾക്കാരും നിങ്ങളെ കുറ്റം പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു സ്നേഹവും റെസ്പെക്റ്റും ചെയ്തിരുന്ന ആൾക്കാരൊക്കെ നിങ്ങളിൽ നിന്ന് മാറിപ്പോവുകയും നിങ്ങളെ കുറ്റം പറയുകയും ഒക്കെ ചെയ്ത ആൾക്കാരുണ്ടായിരിക്കാം. അതിൽ നിന്നും തീർത്തും തിരിച്ച് വീണ്ടും നിങ്ങൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്തായിരുന്നോ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ തിരികെ പോകുന്നു എന്ന് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് സോർട്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ പഴയ ആക്റ്റീവ് ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ വീണ്ടും എത്തുന്നുണ്ട്. നിങ്ങൾ നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടായിരുന്നു, നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നവരാണ്. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് എന്തോ സംഭവിച്ചു, നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറിപ്പോയി എന്നാണ് കാണുന്നത്. തിരിച്ച് ആ ഒരു ലക്ഷ്യം, ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ വീണ്ടും ആ ഗോളിലേക്ക് നടന്നല്ല ഓടിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ അതിന് വേണ്ടിയിട്ട്. സ്റ്റാറാണ്. വീണ്ടും ഈ സ്റ്റാർ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹം സ്റ്റാർ ആകണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരു മാജിക്കൽ പവറുള്ള ആൾക്കാരാണ്. നിങ്ങൾ മജീഷ്യനാണ്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. ഈ സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന ആ ആഗ്രഹമൊക്കെ ഇപ്പം നടക്കണില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വളരെ വിഷമത്തിലാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹമെല്ലാം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സ്റ്റാർ വീണ്ടും ഒരു റിപ്പീറ്റ് ചെയ്ത് വന്ന് അത് നിങ്ങളെ കൺഫേം ആക്കിയിട്ടുണ്ട്. നിങ്ങളെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ എഫേർട്ട് എടുക്കുക. ദൈവം കൂടി സഹായിച്ചത് ആ ഒരു രീതിയിലേക്ക് എത്തും. കാരണം ജഡ്ജ്മെൻ്റ് ആണ്. നിങ്ങളുടെ എഫേർട്ടും ദൈവത്തിൻ്റെ ആ ഒരു കരുതലും കൂടി ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും. പിന്നെ പലരും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ചിലർ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്ന് നമുക്കൊരു കാര്യവും നടക്കുന്നില്ല. നിങ്ങൾക്കൊരു കാര്യവും നടക്കുന്നില്ലെങ്കിൽ അത് ചിലർക്ക് ചില സമയം വരെ ഈ ഒരു കാര്യം കടന്നു പോകണം എന്നുണ്ടായിരിക്കാം. ചില സമയം അല്ലെങ്കിൽ ഇത്ര വർഷങ്ങൾ അങ്ങനെ വേണം, ഈ ഒരു കഷ്ടതയിലൂടെ കടന്നു പോകണം എന്നുണ്ടായിരിക്കാം. അപ്പോൾ പലരും അതിന് എനിക്കൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നതല്ലാതെ അതിന് വേണ്ടിയിട്ട് എന്ത് എഫേർട്ടാണ് ഞാൻ എടുക്കേണ്ടതെന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല. നമ്മൾ വെറുതെ ഇരിക്കുമ്പം ഒരു കാര്യവും നടക്കില്ല. നമ്മളുടെ സോളിൻ്റെ ഗ്രോത്ത് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമുക്ക് കഷ്ടതകൾ കൂടുമ്പോൾ നമ്മൾ പ്രാർത്ഥനകളും കൂട്ടണം. നമുക്ക് മെഡിറ്റേഷൻ വരണം. നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഇത് ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് തരുന്ന പരീക്ഷണങ്ങളായിട്ട് തന്നെ കാണണം. എല്ലാവരുടെയും പ്രശ്നം എന്തായാലും മാറിപ്പോവും, അതിൽ സംശയമൊന്നും വേണ്ട. നമ്മൾ എഫേർട്ട് ഇട്ടാൽ തീർച്ചയായിട്ടും ദൈവം അതിനുള്ളൊരു സഹായവുമായിട്ട് വരുമെന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതാണ് നിങ്ങളുടെ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തിനുള്ള ഒരു നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഒരു അഡ്വൈസ്. അപ്പം നടക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. പിന്നെ എല്ലാവർക്കും നന്മ വരാൻ വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും നല്ലതായിരിക്കുക, എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.